ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർ നടക്കുമ്പോൾ നല്ല കമ്പനികളുടെ സ്റ്റോക്ക് ആണെങ്കിൽ പോലും അത് താഴോട്ട് ഇടിയാൻ തുടങ്ങും. ചിലപ്പോൾ അത് 20-30% വരെ താന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴുമ്പോൾ ശരിക്കും മാർക്കറ്റിലേക്കുള്ള നമ്മുടെ എൻട്രി പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. നല്ല കമ്പനികളുടെ സ്റ്റോക്ക് 30% ഇടിവിൽ കിട്ടുമ്പോൾ യുദ്ധം തീർന്നു കഴിയുമ്പോൾ പഴയതിലും കൂടുതലായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ചരിത്രം നോക്കിയാലും നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ദുബായ് വാർ ആണെങ്കിലും വേൾഡ് ട്രേഡ് സെന്ററിന്റെ സംഭവമാണെങ്കിലും എന്തിന് ഈ കഴിഞ്ഞ റഷ്യ ഉക്രൈൻ വാർ ആണെങ്കിൽ പോലും ഇത് നമുക്ക് തെളിയിച്ചു തരുന്ന തെളിവുകളാണ്. എന്താണ് ഇവിടെ എല്ലാം സംഭവിച്ചത്? യുദ്ധം തുടങ്ങിയപ്പോഴേക്കും എല്ലാ സ്റ്റോക്കും താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി, ആൾക്കാർ വിൽക്കാൻ തുടങ്ങി. ഉടനെ കുറച്ച് ആൾക്കാർ നന്നായിട്ട് സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത ആൾക്കാർ ഈ വിറ്റ സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ വാങ്ങിച്ചവരെല്ലാം നല്ല ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യുദ്ധം തുടങ്ങുമ്പോഴുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് പോലെയാണ്. അതായത് അത് നന്നായിട്ട് വലിയും, പക്ഷെ അതിലും സ്പീഡിൽ അത് റീബൗണ്ട് ചെയ്യും. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് എഫക്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. യുദ്ധം തുടങ്ങുമ്പോഴേക്കും പാനിക് ആവാതെ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്സ് ഇല്ലെങ്കിൽ, നല്ല കമ്പനികളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ കമ്പനികളുടെ സ്റ്റോക്ക് എല്ലാം കൂടെ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ SIP ചെയ്യുന്നുണ്ടെങ്കിൽ ആ SIP ഒരു കാരണവശാലും മുടക്കാതെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എന്തിനാണ് സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും, ഇനി നമ്മളുടെ റിട്ടയർമെന്റിനുള്ള ഒരു തുകയ്ക്കാണെങ്കിലും, ഇനി നമ്മൾ നല്ലൊരു സമ്പാദ്യം അടങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണെങ്കിലും ആ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അല്ലാതെ ഈ താൽക്കാലികമായി വരുന്ന യാതൊരു ഇവന്റ്സും നമ്മുടെ അതിനെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വിവരങ്ങൾ അറിയുക, ശാന്തരായിരിക്കുക, സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യുക. വാർത്താ തലക്കെട്ടുകൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കാൻ ഇടയാക്കരുത്. സ്റ്റേ സേഫ്, ഹാപ്പി സേവിങ്സ്.